പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 5-ലെ ഇൻ്റഗ്രേഷൻ ഓഫ് നേറ്റീവ് സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളിലെ ലയനം എന്ന രണ്ടാമത്തെ യൂണിറ്റാണ്. ഈ ടെക്സ്റ്റിൻ്റെ എല്ലാ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തത് ദ പ്രോബ്ലം ഓഫ് നേറ്റീവ് സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളുടെ പ്രശ്നം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് കീഴിൽ പ്രാദേശിക രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഏകദേശം 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള നിയമപരമായ അവകാശം 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഇവർക്ക് നൽകി. ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് പുതുതായി രൂപീകരിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും സാമ്പത്തികമായ ഐക്യത്തിന് വലിയ ഭീഷണിയായിരുന്നു. അടുത്ത റോൾ ഓഫ് സർദാർ പട്ടേൽ ആൻഡ് വി.പി. മേനോൻ. സർദാർ പട്ടേലിൻ്റെയും വി.പി. മേനോനിൻ്റെയും പങ്ക്. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്ന വലിയ ചുമതല ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും സ്റ്റേറ്റ്സ് വകുപ്പ് മന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന വി.പി. മേനോനിനും ഏൽപ്പിച്ചു. നയതന്ത്രം, അനുനയം, രാജ്യസ്നേഹം, ആവശ്യമെങ്കിൽ സൈനിക നടപടി എന്ന മുന്നറിയിപ്പ് എന്നിവയിലൂടെ രാജാക്കന്മാരെ ഇന്ത്യയോട് ചേരാൻ പട്ടേൽ പ്രേരിപ്പിച്ചു. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകിയ ശക്തമായ നേതൃത്വം കാരണം സർദാർ പട്ടേലിനെ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനെന്നും ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും വിളിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. ലയനക്കാർക്ക് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. നാട്ടുരാജ്യങ്ങളിലെ ലയനം ഔദ്യോഗികമാക്കാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാക്കിയ നിയമപരമായ രേഖയാണ് ലയന കരാർ അഥവാ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. ഈ രേഖയിൽ ഒപ്പുവെക്കുന്നതിലൂടെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ 3 പ്രധാന വിഷയങ്ങളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് നൽകാൻ രാജാക്കന്മാർ സമ്മതിച്ചു. പകരം അവരുടെ ആഭ്യന്തര ഭരണ ചുമതല നിലനിർത്താനും അവരുടെ ചിലവുകൾക്കായി പ്രിവി പേഴ്സ് എന്ന പേരിൽ ഒരു നിശ്ചിത തുക വാർഷികമായി നൽകാനും സർക്കാർ തയ്യാറായി. അടുത്തതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ജൂനാഗഡിൻ്റെ ലയനം. മിക്ക നാട്ടുരാജ്യങ്ങളും 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ സമാധാനപരമായി ഇന്ത്യയിൽ ചേർന്നുവെങ്കിലും ചില രാജ്യങ്ങൾ വലിയ വെല്ലുവിളികൾ ഉയർത്തി. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ജുനാഗഡ് ഭൂരിഭാഗവും ഹിന്ദുക്കളുള്ളതും എന്നാൽ ഒരു മുസ്ലിം നവാബ് ഭരിക്കുന്നതുമായ രാജ്യമായിരുന്നു. ജനങ്ങളുടെ ആഗ്രഹത്തിൽ വിരുദ്ധമായി നവാബ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. ഇത് വലിയ ജനകീയ പ്രക്ഷോഭത്തിന് കാരണമാവുകയും നവാബ് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സർക്കാർ അവിടെ നടത്തിയ ജനഹിത പരിശോധനയിൽ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ ചേരാൻ വോട്ട് ചെയ്തു. അടുത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈദരാബാദിൻ്റെ ലയനം. ഇന്ത്യൻ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഒരു സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ഹൈദരാബാദ് നൈസാം ഉസ്മാൻ അലി ഖാൻ ലയനക്കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. ഇന്ത്യയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട ജനങ്ങൾക്കെതിരെ നൈസാമിൻ്റെ സ്വകാര്യ സൈന്യമായ റസാക്കർമാർ വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാനും രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനുമായി 1948 സെപ്റ്റംബറിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഒരു പോലീസ് ആക്ഷൻ നടത്തുകയും നൈസാമിനെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കിയ ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കുകയും ചെയ്തു. അടുത്തത്
ഇൻ്റഗ്രേഷൻ ഓഫ് കാശ്മീർ, കാശ്മീരിൻ്റെ ലയനം. ഭൂരിഭാഗം മുസ്ലിമുകളുള്ള എന്നാൽ മഹാരാജ ഗരി സിംഗ് എന്ന ഹിന്ദു രാജാവ് ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു ജമ്മു കാശ്മീർ. തുടക്കത്തിൽ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടെ സായുധരായ പാകിസ്ഥാനി ഗോത്രവർഗ്ഗക്കാർ കാശ്മീരിനെ ആക്രമിച്ചു. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാതെ വന്ന മഹാരാജാവ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. 1947 ഒക്ടോബർ 26 മഹാരാജാവ് ഔദ്യോഗികമായി ലയനക്കരാർ ഒപ്പുവെച്ചതിന് ശേഷം മാത്രം ഇന്ത്യ സൈന്യത്തെ അയക്കുകയും കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ അവിഭാജ്യ ഘടകമാക്കുകയും ചെയ്തു.